കൂടെ ചാറ്റുവാൻ ഒരുപാട് പേര് കാണും, പക്ഷെ പോറ്റുവാൻ ഭർത്താവ് മാത്രമേ കാണുകയുള്ളൂ എന്ന് പറയുന്നത് വളരെ സത്യമുള്ളൊരു കാര്യമാണ്. ഇത് ആണുങ്ങൾക്കും ബാധകമാണ്. അവിഹിതം എന്ന് പറയുന്നത് ഒരു തീ ഗോളമാണ്. ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ തിരികെ പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ പരസ്പരം പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ബന്ധത്തിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് വാങ്ങുന്നത് വളരെ നന്നായിരിക്കും. അത് വിട്ടിട്ട് കാമുകിക്ക് വേണ്ടി ഭാര്യയെ കൊല്ലുകയും കാമുകന് വേണ്ടി ഭർത്താവിനെ കൊല്ലുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അതൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരാളെ കൊന്നത് കൊണ്ട് കക്ഷത്തിരിക്കുന്നത് പോവുകയും ചെയ്യും, ഉത്തരത്തിരിക്കുന്നത് കിട്ടുകയുമില്ല. ഒരാളുടെ ജീവൻ എടുക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല. അതെന്ന് പോകണം എന്നുള്ള ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്തത് ഭൂമിയിൽ നിന്നും പോയിക്കോളും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആർക്കെങ്കിലും മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിലവിലുള്ള ബന്ധം മാന്യമായ രീതിയിൽ വേണ്ടാന്ന് വെച്ചതിന് ശേഷം മാത്രം പോവുക. അതാകുമ്പോൾ ആർക്കും ആരുടെ ജീവനും നഷ്ടമാകില്ല. അതല്ലേ എൻ്റെ ഒരു ശരി, മാന്യത.